പി.വി. അൻവർ എം.എൽ.എയുടെ UDF പ്രവേശനം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. അൻവറിന്റെ കാര്യത്തിൽ UDF ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. എങ്കിലും അൻവറിന് ആഗ്രഹമുണ്ടെങ്കിൽ ഔദ്യോഗികമായി അറിയിക്കാമെന്നും അപ്പോൾ ചർച്ച ചെയ്യുമെന്നുമാണ് UDF നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അത് കേട്ടതോടെ ഇന്ന് തിരുവനന്തപുരത്തെത്തി വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണ് അൻവർ എം.എൽ.എ. കോൺഗ്രസിലേക്ക് പ്രവേശിക്കുകയാണോ അല്ല അൻവറിന്റെ പാർട്ടി UDF-ൽ ലയിക്കുമോ എന്നതിലും ഇന്ന് ഒരു വ്യക്തത ഉണ്ടാകും. അൻവറും UDF-ഉം തമ്മിൽ വലിയ അകൽച്ചയാണ് ഉണ്ടായിരുന്നുവെങ്കിലും ഒരു കുറ്റവാളി എന്ന പോലെ അൻവറിനെ വീട് വളഞ്ഞ് പിടികൂടിയതിലാണ് ഉർവശി ശാപം ഉപകാരം എന്ന പോലെ UDF ഒന്നടങ്കം അൻവറിനൊപ്പമായത്. അത് പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ആകെയുള്ള ഒരു എതിർപ്പ് എന്ന് പറയുന്നത് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ്. അൻവർ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ലെ ഒപ്പം വരുന്നതോടെ ആര്യാടൻ ഷൗക്കത്തിന്റെ സീറ്റ് പോകും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിഷമം. ആ ഒറ്റ കാരണം കൊണ്ടാണ് കേരളം തന്നെ ഇത്രയും ഉറ്റുനോക്കുന്ന അൻവറിനെ UDF പ്രവേശനം അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവേശനം അട്ടിമറിക്കാൻ ഷൗക്കത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഷൗക്കത്തിനെ പറഞ്ഞിട്ടും കാര്യമില്ല. പതിറ്റാണ്ടുകളോളം തന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും ജയിച്ചു വന്ന മണ്ഡലമാണ് നിലമ്പൂർ. അദ്ദേഹം മാറി നിന്നതിന് ശേഷം മകനായ ഷൗക്കത്തിന് നൽകി. അൻവറിനോട് തോറ്റു 8 നിലയിൽ പൊട്ടുകയും ചെയ്തു ആര്യാടൻ ഷൗക്കത്ത്. ആര്യാടൻ കഴിഞ്ഞാൽ അൻവർ മതി എന്ന് നിലമ്പൂരുകാർ തീരുമാനിച്ചതിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. മകൻ അൻവറിനോട് തോറ്റതോടെ ആര്യാടന്റെ ശിഷ്യൻ VV പ്രകാശിനെയാണ് അവിടെ നിർത്തിയത്. 2021-ൽ ശിഷ്യനും അൻവറിനോട് തോറ്റു. ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകത്തിൽ അദ്ദേഹത്തിന്റെ ശിഷ്യനെയും മകനെയും തോൽപ്പിച്ച PV അൻവർ നിലമ്പൂരിലെ രാജാവായി മാറി. യഥാർത്ഥത്തിൽ ഇന്ന് അൻവർ ഏറ്റെടുക്കുന്ന കേസ് നിലമ്പൂരിലെ മാത്രമല്ല, പിണറായി വിജയനെ തൂക്കിയെറിയാൻ കഴിയുന്ന പല കേസുകളും അൻവർ കൊണ്ടുവരികയാണ്. അങ്ങനെയുള്ള ഒരാളെ ഷൗക്കത്തിന് വേണ്ടി വേണ്ട എന്ന് വെക്കാൻ കോൺഗ്രസിനും UDF-നും കഴിയില്ല. അങ്ങനെ വരുമ്പോൾ പാർട്ടിക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തീരുമാനം എന്ന് പറയുന്നത് ഷൗക്കത്തിനെ പോലെയല്ല, അൻവർ നല്ല കഴിവുള്ളവനാണ്. മലപ്പുറം ജില്ലയിലെ ഏത് സീറ്റിൽ പോയി നിന്നാലും പുഷ്പം പോലെ ജയിക്കാനും അദ്ദേഹത്തിന് കഴിയും. അതുകൊണ്ട് കോൺഗ്രസിന് കുറെ കാലമായി കിട്ടാക്കനിയായി നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ വഞ്ചകൻ KT ജലീൽ കൈവശം വെച്ചിരിക്കുന്നതായ മലപ്പുറം ജില്ലയിലെ തന്നെ തവനൂർ സീറ്റ് അൻവറിന് നൽകുക എന്നുള്ളതാണ് കോൺഗ്രസ് ആലോചിച്ചു വരുന്നത്. ഇനി KT ജലീൽ മാറിയാലും ഇല്ലെങ്കിലും അൻവർ തവനൂർ സീറ്റ് പിടിച്ചെടുക്കും. 2021-ൽ അവിടെ മത്സരിച്ച നന്മമരം ഫിറോസ് കുന്നുംപറമ്പിൽ കടപുഴകി നിൽക്കുന്നത് കൊണ്ട് ആ മണ്ഡലത്തിൽ വരാത്തത് കൊണ്ടും അദ്ദേഹത്തിന് ആ സീറ്റൊന്നും കോൺഗ്രസിന് നൽകുകയുമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെറും 2000-ഓളം വോട്ടുകൾക്ക് കഷ്ടിച്ചു രക്ഷപ്പെട്ടതാണ് KT ജലീൽ. PV അൻവർ വരുന്നതോടെ ഒരു UDF തരംഗമായിരിക്കും തവനൂരിൽ ഉണ്ടാകാൻ പോകുന്നത്. ഗംഗാധരനെ പോലെ പ്രമുഖ കോൺഗ്രസ് നേതാവ് മത്സരിച്ച സീറ്റുമാണ് തവനൂർ അൻവറിലൂടെ പിടിച്ചെടുക്കുന്നതോടെ അൻവർ ഇല്ലാത്ത നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ വളരെ എളുപ്പമാണ്. അത് ഏറെ ആശ വെച്ചു നിൽക്കുന്ന ആര്യാടൻ ഷൗക്കത്ത് ആകുമോ അല്ല ഇനി DCC പ്രസിഡന്റ് VS ജോയി ആകുമോ സ്ഥാനാർത്ഥി എന്നുള്ളത് അവരുടെ ഭാഗ്യം പോലെ ഇരിക്കും. രണ്ടായാലും അത് അൻവർ ജയിപ്പിച്ചു കൊടുക്കും എന്നത് ഉറപ്പാണ്. ഏതായാലും അൻവറിന്റെ വരവോടുകൂടി ഒന്നല്ല 2 സീറ്റുകൾ LDF-ൽ നിന്നും പിടിച്ചെടുക്കാം എന്നുള്ള കിടിലൻ ഫോർമുലയായിരിക്കും കോൺഗ്രസ് പ്രഖ്യാപിക്കാനിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ സംസ്ഥാനം മുഴുവൻ നിറഞ്ഞാടുന്ന അൻവർ MLA UDF-ൽ എത്തുകയും സീറ്റിന്റെ കാര്യം അവസാന നിമിഷം പ്രഖ്യാപനം ഉണ്ടാകുമെന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അൻവർ വരുന്നതോടെ നിലമ്പൂർ എന്ന ഒറ്റ സീറ്റല്ല തവനൂരും തിരിച്ചു പിടിക്കുന്ന നീക്കം തന്നെയാണ് കോൺഗ്രസും നടത്തുന്നത്. അൻവർ MLA വന്നാൽ UDF-ന് പ്രയോജനം എന്നത് അതോടുകൂടി വളരെ വ്യക്തമായി കഴിഞ്ഞു.